ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഫ്രൂട്ട് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. ഫ്രഷ് ഫ്രൂട്ട് ഉപയോഗിച്ച് നല്ല രുചികരമായ കേക്ക് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. എന്നാൽ റെസിപ്പിയിലേക്ക് കടക്കാം. ബേസായിട്ട് ഞാൻ വാനില സ്പഞ്ച് കേക്കാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്. നമുക്കൊരു ബൗൾ എടുക്കാം, ഒരു അരിപ്പ എടുക്കാം. അതിലേക്ക് 1/4 കപ്പ് മൈദ ഇടാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇടാം. ഇതിനി 3-4 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മൈദയിൽ എല്ലായിടത്തും ആകാൻ വേണ്ടിയാണ്. ഇനി ഇതിനു വേണ്ടി 4 മുട്ടയാണ് ഞാൻ എടുത്തേക്കുന്നത്. മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ആക്കി എടുക്കാം. ഇനി മുട്ടയുടെ വെള്ള നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇടാം. വീണ്ടും ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. നല്ല സ്റ്റിഫ് പീക്ക് വരുന്നവരെയാണ് ഇത് ചെയ്യേണ്ടത്. ഇനി മുട്ടയുടെ മഞ്ഞ ഭാഗം എടുക്കാം. അതിലേക്കും 1/2 കപ്പ് പഞ്ചസാര ഇടാം. അതും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കാം. 1/3 കപ്പ് ഓയിൽ ഒഴിക്കാം. ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലൊഴിക്കാം. ഇനി വീണ്ടും ഇതെല്ലാം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലവണ്ണം പതയുന്ന വരെയാണ് ഇത് ബീറ്റ് ചെയ്യേണ്ടത്. നന്നായി പതഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരുന്ന മൈദ അല്പമായിട്ട് ഇട്ട് കൊടുക്കാം. അത് മുട്ടയ്ക്കകത്ത് ഒന്ന് മിക്സ് ചെയ്യാം. 2-3 പ്രാവശ്യമായിട്ട് കംപ്ലീറ്റ് മൈദ ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ മുട്ടയുടെ വെള്ള അടിച്ചു വെച്ചിരുന്നത് അത് ഇതിലേക്ക് മിക്സ് ചെയ്യാം. മുട്ടയുടെ വെള്ള മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു കേക്ക് ടിൻ എടുക്കാം. അതിലേക്ക് അല്പം ഓയിൽ പുരട്ടാം. ബട്ടർ പേപ്പർ വെക്കാം. വീണ്ടും അതിന് മുകളിലും ഒന്ന് ഗ്രീസ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കാം. കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞിട്ട് അല്പം ഒന്ന് ടാപ്പ് ചെയ്യുന്നത് നല്ലതാണ്. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ്. ഞാൻ 10 മിനിറ്റ് മുമ്പേ ചീനച്ചട്ടി പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് കേക്ക് ടിൻ ഇറക്കി വെക്കാം. ഏകദേശം 35 മുതൽ 40 മിനിറ്റ് ടൈമാണ് ഇത് വേകാൻ വേണ്ടി എടുക്കുന്നത്. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെക്കാൻ വേണ്ടിയുള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഫ്രൂട്ട് കേക്കാണല്ലോ ഉണ്ടാക്കുന്നത്. ഇതിനു വേണ്ടി ആദ്യം ഞാൻ മാങ്ങയാണ് എടുത്തേക്കുന്നത്. അതൊന്ന് കട്ട് ചെയ്യാം. മാങ്ങ സ്ലൈസായിട്ട് മുറിച്ചെടുക്കാം. എന്നിട്ട് ഹാർട്ട് ഷേപ്പിലാണ് ഞാൻ മുറിച്ചെടുക്കാൻ പോകുന്നത്. ഇനി മാങ്ങ കുറച്ച് വട്ടത്തിലും മുറിച്ചെടുക്കാം. മാങ്ങ എല്ലാം മുറിച്ച് കഴിഞ്ഞു. ഇനി ഡ്രാഗൺ ഫ്രൂട്ട് എടുക്കാം. അത് 2ആയിട്ട് മുറിച്ചെടുക്കാം. ഡ്രാഗൺ ഫ്രൂട്ടിൽ നിന്നും കുറച്ച് റൗണ്ട് പീസസ് ആയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. അങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ടും മുറിച്ച് കഴിഞ്ഞു. കുറച്ച് മുന്തിരിയും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഓറഞ്ച് മുറിച്ചെടുക്കാം. ഓറഞ്ച് ചെറിയ പീസസ് ആക്കി മുറിച്ചെടുക്കാം.
ഇനി കിവി എടുക്കാം, അതും വട്ടത്തിൽ മുറിച്ചെടുക്കാം. കിവിയും ഓറഞ്ചും എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി മാതളം എടുക്കാം. നമുക്കിഷ്ടമുള്ള ഫ്രൂട്ടുകൾ ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. മാതളം എടുത്തു കഴിഞ്ഞു. അതുകൂടാതെ കുറച്ച് ചെറിയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് വിപ്പിംഗ് ക്രീം എടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കാം. ഇതിനി നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. വിപ്പിംഗ് ക്രീം നന്നായിട്ട് പതഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് കേക്ക് പാത്രത്തിൽ നിന്ന് പുറത്തെടുക്കാം. ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം. നല്ല സോഫ്റ്റായിട്ടാണ് നമ്മുടെ സ്പഞ്ച് കേക്ക് വന്നേക്കുന്നത്. ഇതിനെ 2 പീസായിട്ട് മുറിച്ചെടുക്കാം. രണ്ട് പീസായിട്ട് മുറിച്ച് കഴിഞ്ഞു. ഇനി ബേസിൽ അല്പം വിപ്പിംഗ് ക്രീം പുരട്ടാം. ഇതിന് മുകളിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചേക്കുന്ന 1 പീസ് കേക്ക് വെക്കാം. ഇതിലേക്ക് ഷുഗർ സിറപ്പ് പുരട്ടാം. അല്പം തിളപ്പിച്ച വെള്ളത്തിനകത്ത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കലക്കിയാണ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയേക്കുന്നത്. ഇനി ഇതിലേക്ക് വിപ്പിംഗ് ക്രീം പുരട്ടാം. വിപ്പിംഗ് ക്രീം പുരട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ മുറിച്ച് വെച്ചേക്കുന്ന ഫ്രൂട്ട്സ് ഇതിലേക്ക് വെക്കാം. ഞാനിവിടെ കുറച്ച് കിവി, കുറച്ച് ഓറഞ്ച്, അതുകൂടാതെ മാതളം വെച്ചു. ഇനി ഇതിലെ മുകളിലേക്ക് വീണ്ടും വിപ്പിംഗ് ക്രീം പുരട്ടാം. ഇനി കേക്കിൻ്റെ രണ്ടാമത്തെ പീസ് ഇതിൻ്റെ മുകളിലേക്ക് വെക്കാം. വീണ്ടും ഷുഗർ സിറപ്പ് പുരട്ടാം. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് വിപ്പിംഗ് ക്രീം വെച്ച് കവർ ചെയ്യാം. കംപ്ലീറ്റ് കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഫ്രൂട്ട് വെച്ച് ഈ കേക്ക് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.